എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഇവിടെ എസൻസിൻ്റെ ലിബ്രോ 24 പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരു സ്വാഗതം ആശംസിക്കുകയാണ്. ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്ന വിഷയം ഗ്രാമസഭ എന്ന വിഷയമാണ്. പഞ്ചായത്തി രാജുമായിട്ട് ചേർന്ന് പഞ്ചായത്തി രാജിൻ്റെ ഓരോ പഞ്ചായത്തിലും ഗ്രാമങ്ങളിൽ നടക്കപ്പെടുന്ന സമ്മേളനത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഗ്രാമസഭയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പക്ഷേ ഗ്രാമസഭയിൽ ഉള്ളവർ എത്ര പേരുണ്ടാവും? വളരെ കുറവായിരിക്കും. ഗ്രാമസഭയിൽ പങ്കെടുത്തിട്ടുള്ളവർ എത്ര ഒന്ന് കൈവക്കാൻ പറ്റുമോ? സാധാരണ ഗ്രാമസഭയിൽ താങ്ക് യു, കുറച്ച് പേരുണ്ട്, ഏതാണ്ട് 50% ഉണ്ട്. വളരെ സന്തോഷം. ഗ്രാമസഭ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് പങ്കെടുക്കേണ്ട ഒരു സഭയാണോ എന്നൊരു പൊതുവെ ഒരു സംശയം നമ്മൾക്കെല്ലാവർക്കും ഉണ്ട്. ഇത് നമുക്കുള്ളതല്ല. ഗ്രാമസഭ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇത്തിരി ഒന്ന് ബാക്കിലേക്ക് നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ അവർ പങ്കെടുക്കേണ്ട ഒരു സഭയാണ് ഗ്രാമസഭ എന്നൊരു ധാരണയാണ് പൊതുവെ ജനങ്ങൾക്കുള്ളത്. നമ്മൾക്ക് അവിടെ ചെന്ന് സംസാരിക്കാൻ വിഷയങ്ങളൊന്നുമില്ല. ഗ്രാമസഭയിൽ എന്താണ്, കുറച്ച് ആളുകൾ കൂടിയിരിക്കുന്നു. അതിൽ കൂടുതലും വരുന്നത് തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട ആളുകളായിരിക്കും, അല്ലെ പാർട്ടിയുടെ കുറച്ച് ആളുകളായിരിക്കും. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒരു മേഖലയായിട്ടാണ് നമ്മൾ പഞ്ചായത്തിലെ ഗ്രാമസഭയെക്കുറിച്ച് നമ്മൾ വിചാരിച്ചു വച്ചിരിക്കുന്നത്. പഞ്ചായത്ത് തന്നെ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇടതിനും വലതിനും അല്ലെ ഏതെങ്കിലും പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ 5 വർഷം കൂടുമ്പോൾ മാറി മാറി ഭരിക്കപ്പെടുന്നു. കുറച്ച് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുകളുണ്ടാവും. ആ ഫണ്ടിനെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീതം വെച്ചൊക്കെ എടുക്കുക. ഒരു 30 ലക്ഷം രൂപയുടെ ഒരു റോഡുണ്ടെങ്കിൽ അതൊരു 15 ലക്ഷമോ 10 ലക്ഷമോ റോഡിലേക്ക് വിനിയോഗിക്കും. ബാക്കി എല്ലാവരും വീതിച്ചെടുക്കുന്ന ഒരു സംവിധാനമാണ് അവിടെ. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഗ്രാമസഭയിൽ നമ്മൾക്ക് എന്താണ് പ്രസക്തി എന്നൊരു ധാരണ പൊതുവെ നമുക്കുണ്ട്. ഗ്രാമസഭയിലുള്ള നമ്മുടെ പ്രസക്തിയെക്കുറിച്ച് നമുക്കറിയില്ല. നമുക്കതിനെക്കുറിച്ച് അറിവ് കുറവാണ്. പഞ്ചായത്തിൽ എന്താണ് നമ്മുടെ ശക്തി എന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല. ആ കാരണങ്ങൾ കൊണ്ടാണ് പഞ്ചായത്തി രാജിനകത്തെ ഗ്രാമസഭ എന്ന് പറയുന്ന പഞ്ചായത്ത് രാജിൻ്റെ ജനാധിപത്യത്തിൽ നമുക്ക് ഗവൺമെൻറ്റിനോട് ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റുന്ന സിസ്റ്റത്തിനെക്കുറിച്ച് ഒരു അവയർനെസ് അരമണിക്കൂർ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലെങ്കിൽ കൂടി ഗ്രാമസഭയുടെ ഒരു ഓവറാൾ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ഞാൻ സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഗ്രാമസഭ എന്ന് പറയുമ്പോൾ ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിലെ ആളുകൾ കൂടിയിരിക്കുന്ന ഒരു സഭയാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. ആ വാർഡിൽ വോട്ടവകാശമുള്ള ആളുകൾക്ക് പങ്കെടുക്കുവാനുള്ള ഒരു വാർഡിൽ ആളുകൾക്ക്, അതായത് ആ വാർഡെന്ന് പറയുമ്പോൾ നമ്മൾ വാർഡിൽ ഒരു മെമ്പറെ നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ടിട്ടുണ്ടാവും. ആ മെമ്പറാണ് ഒരു ഗ്രാമസഭ വിളിക്കുന്നത്. ആ ഗ്രാമസഭയിൽ ആ വാർഡിൽ കൂടുന്ന ആളുകൾ പഞ്ചായത്തിൽ നടക്കേണ്ട വികസനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വേദിയാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. ആ ഗ്രാമസഭയ്ക്ക് എസൻസിൻ്റെ വേദിയിൽ എന്താണ് പ്രസക്തി? എസൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുമായി എപ്പോഴും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ ഭരണഘടന നമ്മുടെ മുന്നോട്ട് വെക്കുന്ന ആർട്ടിക്കിൾ 51H എന്താണ് പറയുന്നത്? ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ ഓഫ് ഇന്ത്യ ടു ഡെവലപ്പ് സയൻറ്റിഫിക് ടെമ്പർ, ഹ്യൂമനിസം ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആൻഡ് റിഫോം. നമ്മുടെ ഓരോരുത്തരുടെയും അവകാശമാണിത്. നമ്മളുടെ ചുറ്റുവട്ടത്തുള്ളവരിൽ സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അവിടെ കാര്യങ്ങളെ നമ്മൾ അനലൈസ് ചെയ്യുകയും മാനവികതയെക്കുറിച്ച് ചിന്തിക്കുകയും അതിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യണം. 1992 ഭരണഘടനയുടെ 73ാം ഭേദഗതിയിലൂടെ ഭരണഘടന എഴുതി വെച്ചിട്ടുള്ളതാണ് പഞ്ചായത്ത് രാജ് എന്ന് പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കറിയാം. UDHR എന്ന് പറഞ്ഞാൽ അറിയാം, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ലോകത്തിൽ മനുഷ്യൻ്റെ മാനവികതയെക്കുറിച്ച് ആദ്യം സംസാരിച്ച ഡോക്യുമെൻ്റാണത്. ഒരു മനുഷ്യന് എന്തെല്ലാം അവകാശങ്ങളുണ്ട്, ആ അവകാശങ്ങൾക്ക് ജാതിയോ മതമോ രാജ്യമോ ലിംഗമോ ഒരു വ്യത്യാസങ്ങളും ഇല്ലാതെ പൗരൻ എന്തെല്ലാമാണ് എൻ്റെ എന്നതിനെക്കുറിച്ച് ആദ്യമായി ലോകത്തുണ്ടായ ഡോക്യുമെൻ്റാണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. നമ്മുടെ UN അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഡോക്യുമെൻ്റാണത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷയിലോട്ട് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് കൂടിയാണ്. നമ്മളറിയണം, ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ അറിയണം. മനുഷ്യൻ്റെ അവകാശം, പൗരൻ്റെ അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം. ആ ഹ്യൂമൻ റൈറ്റ്സിലുള്ള ഏതാണ്ട് 30 ക്ലോസുകൾ മാത്രമേ ഉള്ളൂ ഹ്യൂമൻ റൈറ്റ്സിലുള്ള മനുഷ്യൻ്റെ അവകാശങ്ങളെക്കുറിച്ച്.
ഇക്വാളിറ്റിയാണ് എല്ലായിടവും മുന്നോട്ട് വെക്കുന്നത്. സ്ത്രീയോ പുരുഷനോ വ്യത്യാസം പോലുമില്ല. ഈ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഈ 30 ക്ലോസിൽ ഏതാണ്ട് ഭൂരിപക്ഷവും അംബേദ്കർ നമ്മുടെ ഭരണഘടനയിൽ ചേർത്തിട്ടുണ്ട്. ആ ഭരണഘടനയാണ് എസൻസ് മുന്നോട്ട് വെക്കുന്നത്. ആ ഭരണഘടനയുടെ 73ാം ഭേദഗതിയിലൂടെയാണ് പഞ്ചായത്ത് രാജ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ പഞ്ചായത്ത് രാജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. ഭരണഘടനയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ ഏതെല്ലാം വരും? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ താഴെ നിന്നെടുത്താൽ നമുക്ക് പഞ്ചായത്ത് വരും. പഞ്ചായത്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്ക് പഞ്ചായത്ത് വരും, ജില്ലാ പഞ്ചായത്ത് വരും, പിന്നെ വരുന്നത് മുനിസിപ്പാലിറ്റീസാണ്, പിന്നെ നഗരസഭയാണ് വരുന്നത്. ഇത്രയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എപ്പോഴും വരുന്നത് സ്റ്റേറ്റിൻ്റെ അണ്ടറിലായിരിക്കും. സെൻട്രൽ ഗവൺമെൻറ്റിന് വലിയ റോളുകളില്ലെങ്കിലും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എപ്പോഴും സ്റ്റേറ്റിൻ്റെ അധികാരത്തിലായിരിക്കും വരുന്നത്. പക്ഷേ ഇതെല്ലാം സ്വതന്ത്രമായി വർക്ക് ചെയ്യുന്ന സംവിധാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ച് പറയുന്നത് പ്രാദേശിക ഗവൺമെൻറ് എന്നാണ്. നമുക്കറിയാം, രാജ്യസഭയുണ്ട്, നിയമസഭയുണ്ട്, ഇവിടെ പഞ്ചായത്തുണ്ട്, അല്ലെ ഗ്രാമസഭയുണ്ട്. നോക്കണം, രാജ്യസഭ, നിയമസഭ, ഗ്രാമസഭ. ആ ഒരു സർക്കിൾ നോക്കുക, എത്ര മനോഹരമായിട്ട് ഗാന്ധിജി വിഭാവനം ചെയ്ത, ഗാന്ധിജി നമ്മുടെ മുന്നിലേക്ക് വെച്ച ഗ്രാമസ്വരാജ്. ആ ഗ്രാമസ്വരാജിനെ പിൻപറ്റിക്കൊണ്ടാണ് പഞ്ചായത്തി രാജ് എന്ന ആശയം മുന്നോട്ട് വരുന്നത്. 1957 പഞ്ചായത്ത് രാജിനെ കുറിച്ച് ശ്രീ ബൽവന്ത് റോയ് മേത്ത കമ്മിറ്റി രൂപീകരിക്കുകയും റിപ്പോർട്ട് നൽകുകയും ചെയ്യപ്പെട്ടിട്ടുള്ളത്. പഞ്ചായത്തുകളെ നമ്മൾ പൊതുവെ പറയുന്നത് ത്രിതല പഞ്ചായത്തുകളാണ്. നമ്മളങ്ങനെ കേട്ടിട്ടുള്ളത്. ത്രിതല പഞ്ചായത്തുകളെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഗ്രാമപഞ്ചായത്തുണ്ട്, ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞാൽ ആ ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, അത് കഴിഞ്ഞാൽ ജില്ലാ പഞ്ചായത്ത്. ഈ 3 സംവിധാനങ്ങളും അതിൻ്റെ മുകളിലായിട്ടല്ല വരുന്നത്, സെപ്പറേറ്റാണ്. നഗരപാലിക ബില്ലിലാണ് വരുന്നത്, മുനിസിപ്പാലിറ്റികൾ വരുന്നതും നമ്മുടെ നഗരസഭകൾ വരുന്നതും. 1959 പഞ്ചായത്ത് രാജ് രാജസ്ഥാനിലെ നാഗൂറിലാണ് ആദ്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തത്. തെക്കൻ സംസ്ഥാനങ്ങൾ എടുത്താൽ ആദ്യമായി ആന്ധ്രാപ്രദേശിലാണ് പഞ്ചായത്തി രാജ് നിയമം ആദ്യമായിട്ട് നടപ്പാക്കിയ സ്ഥലം. കേരളത്തിലേക്ക് വരുമ്പോൾ കേരളം 1994 പഞ്ചായത്ത് രാജ് നിയമം നമ്മുടെ നിയമസഭയിൽ പാസ്സാക്കും. അതിനു മുമ്പ് തന്നെ EMSൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ പഞ്ചായത്തുകൾ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരം പങ്കെടുക്കുന്ന സംവിധാനം നമുക്കുണ്ട്. പക്ഷേ പഞ്ചായത്ത് രാജ് നമ്മൾ കേരളത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന 1994 94 അന്ന് ശ്രീ കെ കരുണാകരൻ്റെ മിനിസ്ട്രിയാണ് പഞ്ചായത്ത് രാജ് അവതരിപ്പിക്കുന്നത്. അതിനുശേഷം ആ മന്ത്രിസഭ മാറുകയും AK ആൻ്റണിയുടെ മന്ത്രിസഭ വരുമ്പോൾ 1995 പഞ്ചായത്ത് രാജ് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുന്നു കേരളത്തിൽ. അതിനൊക്കെ തന്നെ മുമ്പേ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പേ തിരുവിതാംകൂറിൽ 1925 റാണി സേതു ലക്ഷ്മിഭായ്, നമുക്കറിയാം, റാണി സേതു ലക്ഷ്മിഭായ് തിരുവിതാംകൂർ കണ്ട പുരോഗതിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. അവരാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലുള്ള മൃഗബലി ഇല്ലാതാക്കിയത്, ദേവദാസി സമ്പ്രദായം ഇല്ലാതാക്കിയത്, വൈക്കം ക്ഷേത്രത്തിൽ കയറുവാനുള്ള മണിയടിക്കാനുള്ള അവസരം തന്നത് സേതുലക്ഷ്മിഭായി ആണ്. ആ സേതുലക്ഷ്മിഭായി അവസാനം എങ്ങനെയാണ് തിരുവനന്തപുരത്തു നിന്ന് പോയി ഓടി രക്ഷപ്പെട്ടതെന്ന് നമുക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്നത്, പഞ്ചായത്ത് രാജ് വരുന്നതിന് മുമ്പ് തന്നെ 1925 തിരുവിതാംകൂർ എന്ന് പറയുന്ന രാജ്യത്ത് പഞ്ചായത്ത് രാജ് അവതരിപ്പിക്കപ്പെട്ടിരുന്നു. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ജനാധിപത്യത്തെക്കുറിച്ചറിയാം. നമ്മുടെ ജനാധിപത്യം എവിടെയാണ് നിൽക്കുന്നത്? ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ വിരലിൻ്റെ ഇവിടെയാണ്, അല്ലേ? ഇവിടെ നമ്മളിങ്ങനെ മഷി ഇങ്ങനെ തേക്കും. നമ്മുടെ വോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ മഷി തേച്ച് കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ജനാധിപത്യം അവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ജനാധിപത്യം കഴിഞ്ഞു. എന്താണ്? നമ്മൾ വോട്ട് ചെയ്ത് കഴിഞ്ഞു. വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ധാരണ നമ്മൾ ജനാധിപത്യത്തിലേക്ക്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നാം തന്നെ തിരഞ്ഞെടുക്കും, ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന സംവിധാനം. എബ്രഹാം ലിങ്കൺ പറഞ്ഞ പോലെ ആ സിസ്റ്റം നമ്മൾ കഴിയുകയാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് വോട്ട് ചെയ്യുന്നതോടുകൂടി അവസാനിക്കുന്ന ഒരു സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മളെപ്പോഴും ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ആ ജനാധിപത്യം 2 തരത്തിലാണ് നമുക്കുള്ളത്.
പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പ്രാതിനിധ്യ ജനാധിപത്യം, അതായത് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി. നമ്മൾ പാർലമെൻറ്റിലേക്ക് നമ്മൾ MP തിരഞ്ഞെടുത്ത് വിടുന്നു. എന്തിനാണ്? നമ്മുടെ വിഷയങ്ങൾ അവിടെ പോയി അവതരിപ്പിക്കുവാനാണ്. നമ്മൾ 20 പേരെ എല്ലാ വർഷവും തിരഞ്ഞെടുത്ത് വിടുന്നുണ്ട്. ഈ 20 പേര് നമ്മുടെ വിഷയങ്ങൾ അവിടെ പോയി അവതരിപ്പിക്കപ്പെടുന്നുണ്ടോ? അവർ അവിടെ അത് അവതരിപ്പിക്കുന്നുണ്ടോ? ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്കിപ്പോൾ തന്നെ അറിയാം, നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ടേക്കുന്ന 20 പേരുണ്ടല്ലോ, ഈ 20 പേരിൽ പാർലമെൻറ്റിൽ എണീറ്റ് നിന്ന് വിഷയങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന ആരാണുള്ളത്? എത്ര പേരാണ് നമുക്കുള്ള? ഒരു കൈയുടെ പേര് 5 പേരെ നമുക്കെടുത്ത് നിർത്താനുണ്ടോ? കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന ആരൊക്കെയാണുള്ളത്? അപ്പം നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്നവരെ സ്ഥിരമായി 8 പ്രാവശ്യം 9 പ്രാവശ്യം സ്ഥിരമായി എടുത്ത് വിട്ടവർ ഒരിക്കൽ പോലും പാർലമെൻറ്റിൽ എണീറ്റ് നിൽക്കാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മൾ എന്നാണ് ആ തിരിച്ചറിവിലേക്ക് എത്തുന്നത്? നമ്മൾ തിരഞ്ഞെടുത്ത് ഒരു വിടുന്ന ആൾ, നമ്മുടെ പ്രതിനിധിയായിട്ട് പോകുന്ന അയാൾ നമ്മുടെ വിഷയങ്ങളെ അവിടെ സംസാരിക്കാൻ കഴിവുള്ള ഒരാളാകണ്ടേ? അങ്ങനെയല്ലാത്ത ഒരാളിനെ അവിടത്തേക്ക് നമ്മൾ എന്തിനാണ് തിരഞ്ഞെടുത്ത് വിടുന്നത്? അയാൾക്ക് അവിടെ ചെല്ലുമ്പോൾ ഭാഷയുടെ പ്രശ്നമുണ്ട്. ഉണ്ടോ? ഭാഷയുടെ പ്രശ്നം പാർലമെൻറ്റിൽ ഇല്ല. കാരണം എല്ലാവരുടെയും ചെവിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരു ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ട്രാൻസ്ലേറ്ററാണ്. ഞാൻ മലയാളത്തിൽ സംസാരിച്ചാൽ ഹിന്ദി കേൾക്കേണ്ടവർക്ക് അവർക്ക് കേൾക്കാം, തമിഴ് കേൾക്കേണ്ടവർക്ക് കേൾക്കാം, തെലുങ്കോ ഏത് ഭാഷയാണോ അത് സ്വിച്ച് ചെയ്താൽ മതി, അതിൽ കേൾക്കാം. അവിടെ എണീറ്റ് നിന്ന് സംസാരിക്കാമല്ലോ. അല്ലാതെ ഇവിടുന്ന് LLB വരെ വിദ്യാഭ്യാസം ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ചിലർ അവിടെ ചെന്ന് സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇംഗ്ലീഷൊക്കെ എടുത്തിട്ട് നശിപ്പിച്ച് നാമാവിശേഷം നമുക്ക് തന്നെ അപമാനമാകുന്ന തരത്തിലാണ് ചിലർ അവിടെ നിന്ന് സംസാരിക്കുന്നത്. ആലോചിക്കണം, നമ്മളാണ് അവിടെ നമ്മളുടെ അഭിമാനത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇങ്ങനെയുള്ളവരെയാണോ കക്ഷി രാഷ്ട്രീയമല്ല ഞാൻ രാഷ്ട്രീയമാണ് പറയുന്നത്. ഇങ്ങനെയുള്ളവരെയാണോ നമ്മൾ തിരഞ്ഞെടുത്ത് വിടേണ്ടത്? നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. പഞ്ചായത്തിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പഞ്ചായത്തിലെ ഭരണ സംവിധാനത്തിൽ രാഷ്ട്രീയ കക്ഷികൾക്ക് പങ്കെടുക്കുവാനുള്ള അവകാശം പോലും, രാഷ്ട്രീയ കക്ഷിയുടെ പേരിൽ അവിടെ ഇലക്ഷന് നിൽക്കാനുള്ള അധികാരമില്ലായിരുന്നു. ആ അധികാരത്തെ പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റിൻ്റെ അണ്ടറിലാണ് ഈ പഞ്ചായത്ത് രാജ് വരുന്നതുകൊണ്ട് സ്റ്റേറ്റ് ആ അധികാരത്തെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. കേരളം, പശ്ചിമബംഗാൾ, ആസാം 3 സംസ്ഥാനങ്ങൾ. ഇവിടെ ചിഹ്നത്തിൽ മത്സരിക്കുവാനുള്ള അധികാരം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവിടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മത്സരിക്കാൻ അധികാരമില്ല, ആർക്കും മത്സരിക്കാനുള്ള അധികാരമുണ്ട്. ഇതാർക്കാണ് അറിയുന്നത്? പഞ്ചായത്തിൽ പ്രതിപക്ഷം എന്ന് പറയുന്നൊരു പൊസിഷനില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒരിടത്തും പ്രതിപക്ഷം എന്ന് പറയുന്നൊരു സംഗതിയില്ല. പ്രതിപക്ഷം ഉണ്ടായിട്ട് വേണ്ടേ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകാൻ? ഇതാർക്കാണ് അറിയാവുന്നത്? ഇതാർക്കറിയാം? നമ്മൾ ആർക്കറിയാം? എന്തുകൊണ്ട് നമുക്കറിയത്തില്ല? ഞാനിവിടെ സംസാരിക്കുന്ന റോക്കറ്റ് ടെക്നോളജി ഒന്നുമല്ല. സാധാരണ മനുഷ്യൻ മനസ്സിലാക്കുന്ന, സാധാരണ മനുഷ്യൻ്റെ ചിന്തയിൽ, വളരെ കുഞ്ഞു ചിന്തയിൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഗ്രാമസഭയുടെ ശക്തി എന്താണെന്ന് നമുക്കറിയില്ല. നാം അത് അറിയണം. ഞാൻ പറഞ്ഞു, ജനാധിപത്യം 2 തരത്തിലുണ്ടെന്ന് പറഞ്ഞു. പങ്കാളിത്ത ജനാധിപത്യം, ഒന്ന് റെപ്രസെൻറ്റേറ്റീവ് ജനാധിപത്യം, പ്രാതിനിധ്യ ജനാധിപത്യം. നമ്മൾ MLAയും തിരഞ്ഞെടുത്ത് വിടുന്നു നമ്മളുടെ കാര്യങ്ങൾ പറയുവാനായി. അദ്ദേഹം നേരത്തെ പറഞ്ഞു, അവിടെ ചെന്ന് നമ്മുടെ കാര്യങ്ങൾ പറയുന്നുണ്ടോ? അടുത്താണ് പങ്കാളിത്ത ജനാധിപത്യം, പാർട്ടിസിപ്പേറ്ററി ജനാധിപത്യം. പാർട്ടിസിപ്പേറ്ററി ജനാധിപത്യത്തിൽ നിങ്ങൾ ഓരോരുത്തരും പഞ്ചായത്തിൽ പോയി സംസാരിക്കുന്നത് സർക്കാരിനോടാണ്, പ്രാദേശിക ഗവൺമെൻറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ രാജ്യസഭ, നിയമസഭ, ഗ്രാമസഭയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഗ്രാമസഭയിൽ നിങ്ങൾ സംസാരിക്കുന്നത് ഗ്രാമത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റിനോടും ഔദ്യോഗിക തലത്തിലുള്ള വില്ലേജ് ഓഫീസറോടും ആർക്കും വരാം. നമ്മുടെ MP-ക്ക് വേണേൽ ഇപ്പോൾ നമ്മുടെ ഗ്രാമസഭയിൽ പങ്കെടുക്കാം, MLAക്ക് പങ്കെടുക്കാം. ഈ പ്രാദേശിക ഗവൺമെൻറ്റിനോട് നമ്മൾ ഡയറക്റ്റാണ് പറയുന്നത്, എൻ്റെ വീടിൻ്റെ പുറകുവശത്തുള്ള കാന മലിനമായി കിടക്കുന്നു, അത് ക്ലീൻ ചെയ്യണമെന്ന് ഒരു പ്രതിനിധിയിലൂടെ അല്ല പറയുന്നത്. ഡയറക്റ്റ് ഡെമോക്രസിയാണ്, അതായത് പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയും. നമ്മൾ ഡയറക്റ്റ് ഗവൺമെൻറ്റിനോട് സംസാരിക്കുന്നു. നമ്മുടെ ഇടയിൽ ആരുമില്ല, നമ്മുടെ ഇടയിൽ നമുക്കൊരു റെപ്രസെൻറ്റേറ്റീവ് ഇല്ല, ഒരു പ്രതിനിധിയില്ല. നമ്മൾ ഡയറക്റ്റ് സംസാരിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സ്ഥലമാണ്, ജനാധിപത്യത്തിൻ്റെ ഏറ്റവും അത്യുന്നതങ്ങളിൽ നിൽക്കുന്ന സ്ഥലമാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. നമ്മൾ ഗ്രാമസഭയിൽ പോകാറില്ലല്ലോ. നമ്മൾ ഗ്രാമസഭയിൽ പോയാലല്ലേ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയൂ. ഞാൻ നേരത്തെ പറഞ്ഞു,
ഗ്രാമസഭ, ഞാനിവിടെ സ്പെസിഫിക് ആയിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഗ്രാമസഭയെക്കുറിച്ചും അതിൻ്റെ ശക്തിയെക്കുറിച്ചും അതിൻ്റെ ആർജവത്തെക്കുറിച്ചുമാണ്. ഗ്രാമസഭ എന്ന് പറയുന്നത് ഒരു വാർഡിലെ, ഒരു പഞ്ചായത്തിലെ അല്ല, ഒരു വാർഡിൽ സാധാരണയായിട്ട് കഴിഞ്ഞ ഇലക്ഷൻ്റെ സിസ്റ്റത്തിൽ ഒരു 800 മുതൽ 1300 വരെയുള്ള ആളുകളാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഡീലിമിറ്റേഷനൊക്കെ ഇപ്പോൾ നടന്നിട്ടുണ്ട്, പഞ്ചായത്ത് വിഭജനമൊക്കെ പലതരത്തിലായിട്ടുണ്ട്. അവിടെ 741 വീടുകളോ മറ്റോ ആണ് ഒരു വാർഡിൽ വരേണ്ടത്. ഒരു വാർഡിലെ അംഗങ്ങൾ ഒന്നിച്ചു കൂടിയിരിക്കുന്ന സഭയ്ക്കാണ് നമ്മൾ ഗ്രാമസഭ എന്ന് പറയുന്നത്. ആ വാർഡിൽ അംഗങ്ങൾ മാത്രമാണ് അതിൽ പങ്കെടുക്കുന്നത്. അപ്പുറത്തുള്ള വാർഡിലുള്ളവർക്ക് പങ്കെടുക്കാം, ആർക്കും പങ്കെടുക്കാം. പക്ഷെ അഭിപ്രായങ്ങൾ പറയുവാനുള്ള സ്വാതന്ത്ര്യമില്ല അവർക്ക്. ഈ വാർഡിലുള്ളവർ അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള വേദിയാണത്, അവരുടെ അവകാശങ്ങൾ പറയാനുള്ള വേദിയാണത്. ഒരു വർഷത്തിൽ കുറഞ്ഞത് 4 പ്രാവശ്യമെങ്കിലും ഗ്രാമസഭ കൂടിയിരിക്കണം. ഒരു വർഷത്തിൽ 4 പ്രാവശ്യം എന്ന് പറയുമ്പോൾ 3 മാസത്തിൽ ഒരിക്കൽ ഗ്രാമസഭ നമ്മൾ നടത്തണം. ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാമോ 2024 ഡിസംബർ 15 ഇന്ന്, ഈ 2024 ഒരു 3 ഗ്രാമസഭയെങ്കിലും നടത്തിയ ഒരു ഗ്രാമം നിങ്ങളുടെ ഏതെങ്കിലും പഞ്ചായത്തിലുണ്ടോ? 3 നടത്തിയ ഒരാളുടെ പഞ്ചായത്തിലെങ്കിലും ഇല്ല. ഗ്രാമസഭ കൂടിയിട്ടില്ല. 3 ഗ്രാമസഭ ഒരു 3 മാസത്തിൽ ഒരിക്കൽ കൂടുന്ന ഗ്രാമസഭ 4 കൂടണം ഒരു വർഷം. 3 പോലും കൂടിയിട്ടില്ല. 2 എൻ്റെ പഞ്ചായത്ത് 2 കൂടിയിട്ടുണ്ട്. കാരണം ഞാനൊരു വിവരാവകാശം ഇട്ടു, അതുകൊണ്ട് 2 കൂടി. ഒരു വർഷം 4 ഗ്രാമസഭ കൂടണം. 10% ആളുകൾ പങ്കെടുത്തിരിക്കണം. ഒരു വാർഡിലെ 10% ആളുകൾ. 10% ആളുകൾ എന്ന് പറയുമ്പോൾ എത്ര വരും? 1000 പേരുണ്ടെങ്കിൽ ഒരു വാർഡിൽ 1000 പേര്, ഞാൻ പറയല്ലേ 800-നും 1300-നും ഇടയിലുള്ള ആളുകളാണ്. അതിൽ 10% ആളുകൾ, 1000 പേരുണ്ടെങ്കിൽ 100 പേർ അതിൽ പങ്കെടുത്തിരിക്കണം. 100 പേര് നിങ്ങളുടെ ഗ്രാമസഭയിൽ ഇല്ലെങ്കിൽ ആ ഗ്രാമസഭ പിരിച്ചുവിടണം. കുറഞ്ഞു കഴിഞ്ഞിട്ടില്ല. പിരിച്ചുവിടാനുള്ള അവകാശം, പറയുവാനുള്ള അവകാശം നിങ്ങൾക്കും എനിക്കും ഉണ്ട്. ഈ ഗ്രാമസഭ പിരിച്ചുവിടണം, കാരണം ഇവിടെ കോറം കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ വെച്ചാൽ അതത് മിനിറ്റ്സ് രേഖപ്പെടുത്തണം. ആ മിനിറ്റ്സ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് വാലിഡായി. ആ ഗ്രാമസഭ പിരിച്ചുവിടണം കോറം തികയാത്തതുകൊണ്ട്. പിന്നീട് അടുത്ത ഗ്രാമസഭ വിളിക്കണം. 15 ദിവസത്തിനുള്ളിൽ അടുത്ത ഗ്രാമസഭ വിളിക്കുമ്പോൾ അതിൽ 100 പേരില്ലെങ്കിൽ 50 പേരെ വെച്ച് നിങ്ങൾക്ക് ഗ്രാമസഭ കൂടാം. എന്നാൽ പിന്നെ അത് ആദ്യം ചെയ്തുകൂടെ? ആദ്യം ചെയ്യാൻ പറ്റില്ല. ആദ്യം ചെയ്താൽ ഈ 50 പേരെ വിളിക്കത്തുള്ളൂ, അപ്പോൾ 25 പേരെ വരൂ. ഇതാണ് നിയമം. പഞ്ചായത്ത് രാജ് പറഞ്ഞിരിക്കുന്ന 50 പേരെ വെച്ച് കൂടാം. ഗ്രാമസഭയുടെ അജണ്ട മുൻകൂട്ടി എല്ലാവരെയും അറിയിച്ചിരിക്കണം. നമ്മുടെ നോട്ടീസ്, നമ്മുടെയൊക്കെ വീട്ടിൽ, പലരുടെയും വീട്ടുകളിൽ ഗ്രാമസഭയുടെ നോട്ടീസ് കൊണ്ടുവന്നിടും. നമ്മളതിൽ പങ്കെടുക്കാറില്ല. നമ്മളത് അവിടെ ഇടും, മൂലക്കിടും. ഏതെല്ലാം വിഷയമാണ് അവിടെ ചർച്ച ചെയ്യുന്നതെന്നുള്ള അജണ്ടയെ കൃത്യമായിട്ട് അത് മെൻഷൻ ചെയ്തിരിക്കണം. എന്തിനാണ്? നിങ്ങളതിനെക്കുറിച്ച് പഠിച്ചിട്ട് അവിടെ ചെല്ലാനാണ്. നിങ്ങളുടെ വീടിൻ്റെ മുന്നിലൂടെ ഒരു റോഡ് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. അതിന് എത്ര എസ്റ്റിമേറ്റ് വരുമെന്ന് നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. സിവിൽ എഞ്ചിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടവർക്കാണെങ്കിൽ അതറിയാം, കോൺട്രാക്ട് പണികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് അതിനെക്കുറിച്ച് അറിയാം. അവർക്കതിൽ ഇടപെടണമെങ്കിൽ, സംസാരിക്കണമെങ്കിൽ, ഇന്ന് ഇവിടെ റോഡുകളുടെ വികസനത്തെക്കുറിച്ച് നമ്മുടെ ഗ്രാമസഭയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ അന്നത്തെ വിഷയങ്ങളുള്ളത് കൊണ്ട് നമുക്കത് കൃത്യമായി അവിടെ ചെന്നിട്ട് സംസാരിക്കാൻ പറ്റും. കൃത്യമായി നമ്മളെ അറിയിച്ചിരിക്കണം. 7 ദിവസം മുമ്പ് അറിയിച്ചിരിക്കണം. ഗ്രാമസഭയിൽ ആർക്കെല്ലാം പങ്കെടുക്കാമെന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാണ്. നിങ്ങളൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ഗ്രാമസഭയിൽ പങ്കെടുക്കണമെങ്കിൽ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ഇന്ന് ഉച്ച കഴിഞ്ഞ് എൻ്റെ ഗ്രാമസഭയാണ്, പങ്കെടുക്കണമെങ്കിൽ നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ ആരാണോ അദ്ദേഹത്തോട് പറയുക, സർ ഇന്ന് ഉച്ച കഴിഞ്ഞ് എനിക്ക് ഗ്രാമസഭയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്യാനുള്ള അധികാരം അദ്ദേഹത്തിനില്ല. ഗോ അഹെഡ് എന്ന് പറയാനേ അദ്ദേഹത്തിന് അധികാരമുള്ളൂ. ഗ്രാമസഭയിൽ പങ്കെടുക്കണം. നമ്മൾ മുൻ ഗ്രാമസഭയിലെടുത്ത തീരുമാനങ്ങൾ ഈ വരുന്ന ഗ്രാമസഭയുടെ അന്ന് ചർച്ച ചെയ്യുന്ന ഗ്രാമസഭയിൽ അവിടെ എന്തെല്ലാം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് കൃത്യമായി മുൻ ഗ്രാമസഭയിൽ എടുത്ത തീരുമാനങ്ങൾ അവിടെ അവതരിപ്പിക്കണം. അതിലേതെല്ലാം നടപ്പായിട്ടുണ്ട്, ഏതെല്ലാം നടപ്പായിട്ടില്ല എന്ന് ചോദിക്കാനുള്ള അധികാരം നിങ്ങളുണ്ട്. കഴിഞ്ഞ മാസം നമ്മൾ ഇന്നാർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. അതെന്തായി?
ഗ്രാമസഭ നിങ്ങൾ പഞ്ചായത്തിൽ പോയി തീരുമാനമെടുത്തോ, നടപ്പായോ, അല്ലെങ്കിൽ എവിടെ വരെയായി? ഇത് ചോദിക്കാനുള്ള അവകാശം ഓരോരുത്തർക്കും ഉണ്ട്. അരി അടുപ്പയിലിട്ടേച്ച് ഗ്രാമസഭയ്ക്ക് പോകരുത്. ഗ്രാമസഭ നേർച്ചയ്ക്ക് പോകേണ്ട സമയമല്ല. വളരെ കംഫർട്ടബിളായിട്ട് നിങ്ങളുടെ വിഷയങ്ങൾ സംസാരിക്കുവാൻ, നിങ്ങളുടെ ചുറ്റുമുള്ള വിഷയങ്ങൾ സംസാരിക്കുവാൻ, നിങ്ങളുടെ അപ്പുറത്തെ സൈഡിൽ ഒരു കോഴി ഫാമുണ്ട്, അവിടുന്ന് വല്ലാത്ത മണം വരുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുവാൻ, അപ്പുറത്തെ വീട്ടിൽ അയൽവഴക്കുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുവാൻ, സമൂഹത്തിലെ എല്ലാ വിഷയങ്ങളും, റോഡും വൈദ്യുതിയും വെള്ളവും മാത്രമല്ല, സമൂഹത്തിലെ എല്ലാ വിഷയങ്ങളും, സാംസ്കാരികമായ വിഷയങ്ങൾ വരെ ചർച്ച ചെയ്യേണ്ട വേദിയാണ് ഗ്രാമസഭ. ഈ ഗ്രാമസഭ പഞ്ചായത്ത് രാജിലൂടെ നമുക്ക് തരുന്ന അധികാരങ്ങൾ നമുക്കറിയാൻ വയ്യാത്ത അധികാരങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച്, നിങ്ങൾ ഗ്രാമസഭയിൽ കൃത്യമായി കാര്യങ്ങളെ വിശകലനം ചെയ്യുവാനായിട്ടും അവിടെ ചർച്ച ചെയ്യുവാനുമായിട്ടും ആകുമെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ മുന്നിലൂടെയുള്ള റോഡ് 2 വർഷമല്ല നിൽക്കുന്നത്, 10-15 വർഷം നിലനിൽക്കുന്ന റോഡുകൾ നിങ്ങൾക്കുണ്ടാക്കാൻ കഴിയും. നമ്മുടെ നാട്ടിലുള്ള പഞ്ചായത്തിലുള്ള റോഡ് 2 വർഷം നിൽക്കുന്നുണ്ടോ? 1 വർഷം കഴിയുമ്പോൾ തന്നെ പൊളിഞ്ഞു തുടങ്ങും. 2 വർഷം നിൽക്കും, പിന്നെ 3-4 വർഷം ആ റോഡ് അതുപോലെ കിടക്കുകയാണ്. വീണ്ടും കുറേ ഫണ്ട് അവിടേക്ക് വരികയാണ്, കുറേ അടിച്ചു മാറ്റപ്പെടുകയാണ്, വീണ്ടും ആ റോഡ് അങ്ങനെയല്ല. ആ റോഡിൻ്റെ പണി നടക്കുന്നതിന് മുമ്പ് ഗ്രാമസഭയിൽ തീരുമാനിച്ചിരിക്കണം. ഗ്രാമസഭയിൽ നിങ്ങൾ ഓരോരുത്തരുമായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കണം. ആ ഗ്രാമസഭയിൽ നിങ്ങൾ അനുവദിച്ചാൽ മാത്രമേ ഗ്രാമസഭയിൽ ഏതെങ്കിലും പ്രോജക്റ്റുകൾ നടത്താൻ കഴിയൂ. നിങ്ങളുടെ വീടിൻ്റെ പുറയിലെ കാന ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ചോദിക്കണം അതിൻ്റെ ഡയമെൻഷൻ എത്രയാണെന്ന്, ഏത് സൈസിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. നമുക്കെല്ലാം അറിയാം, ഇപ്പോൾ റോഡിൻ്റെ സൈഡിലൊക്കെ ഈ ഓടകൾ പണിയുന്നുണ്ട്. ഒരു എക്സാമ്പിളായിട്ട് എടുക്കുക, 10 മീറ്ററാണ് നിങ്ങളുടെ റോഡിൻ്റെ വീതി എന്ന് എടുക്കുക. 10 മീറ്ററുള്ള വീതി, റോഡിൻ്റെ വീതി, സൈഡിൽ ഓട പണിഞ്ഞ ശേഷം അതിൻ്റെ പുറത്ത് സാധാരണഗതിയിൽ 1 മീറ്റർ വീതി നീളമുള്ള സ്ലാബുകളാണ് ഇങ്ങനെ ഇടുന്നത്. 1 മീറ്റർ ലെങ്ത്, 60 സെൻറ്റിമീറ്റർ വിഡ്ത്ത്, 15 സെൻറ്റിമീറ്റർ ഡെപ്ത് എന്ന് പറയുക തിക്നെസ്. ഈ 1 മീറ്റർ വീതിയുള്ള ഒരു സ്ലാബ് നിങ്ങളുടെ 10 മീറ്റർ വീതിയുള്ള റോഡിൻ്റെ ഒരു സൈഡിൽ ഇടുമ്പോൾ നിങ്ങളുടെ റോഡ് 9 മീറ്ററായിട്ട് കുറയാണ്. ഇതാണോ വികസനം? 10 മീറ്റർ ഉണ്ടായിരുന്ന റോഡിന് 9 മീറ്ററായിട്ട് കുറയുന്നതാണോ വികസനം? ഇനി ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ആ സ്ലാബിൻ്റെ പുറത്തുകൂടെ ഏത് മനുഷ്യനും നടക്കാൻ പറ്റും? എന്താണ് ഈ എൻജിനീയറിംഗ് എന്ന് പറഞ്ഞാൽ? പഞ്ചായത്തിലും നമ്മുടെ മുനിസിപ്പാലിറ്റിയിലും ഒക്കെ കുറേ എൻജിനീയർമാരുണ്ടല്ലോ. ഇവരൊക്കെ എവിടെ നിന്ന് എന്ത് പഠിച്ചിട്ട് വന്നവരാണ്? എൻജിനീയറിംഗ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻസ് ആൻഡ് ആക്യുറസി. ഏതെങ്കിലും 2 സ്ലാബ് ഒന്നിച്ച് ഒരേ ലെവലിൽ ഇട്ടിരിക്കുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക്? ഏതെങ്കിലും ഒരു സൈഡിലുള്ള ഓടയുടെ പുറത്തുള്ള സ്ലാബിലൂടെ നിങ്ങൾക്ക് ഒരു 50 മീറ്റർ നടക്കാൻ കഴിയുന്നുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചാൽ, നിസ്സാരമായി ഒന്ന് ശ്രദ്ധിച്ചാൽ, എൻജിനീയർമാരെന്ന് പറയുന്നവർ കൃത്യമായി ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ മനോഹരമായ ഒരു നടപ്പാത നമുക്കവിടെ ഉണ്ടാക്കിയെടുത്തൂടെ? നമ്മുടെ അച്ഛനും അമ്മയ്ക്കും വൈകിട്ട് ആ നടപ്പാതയിലൂടെ നടന്നൂടെ? നമുക്കവിടെ എഴുതി വെക്കാം 50 മീറ്റർ, 100 മീറ്റർ, 200 മീറ്റർ, 300 മീറ്റർ. വൈകിട്ട് അച്ഛൻ വന്നിട്ട് പറയുകയാണ്, ഇന്ന് ഞാൻ 100 മീറ്റർ നടന്നു, നാളെ എനിക്ക് 200 മീറ്റർ നടക്കണം. ആലോചിച്ച് നോക്കൂ, നമ്മുടെ മുന്നിലെ സ്ട്രീറ്റ്, മനോഹരമായ സ്ട്രീറ്റ്, നല്ല സ്ട്രീറ്റ് ലൈറ്റുകൾ. ആ സ്ട്രീറ്റ് ലൈറ്റിൽ ആ റോഡിൻ്റെ സൈഡിലുള്ള നടപ്പാതയിലൂടെ വൈകിട്ട് നമ്മുടെയൊക്കെ പ്രായമുള്ളവരുടെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് നടക്കുന്നു. ഒന്ന് സ്വപ്നം കണ്ടു നോക്കൂ. നമ്മൾ യൂറോപ്പിലൊക്കെ കാണുന്ന സ്ട്രീറ്റുകളെ നമ്മൾ കണ്ടാൽ മതി. അതെല്ലാം നടപ്പിലാക്കുവാനുള്ള അധികാരം നിങ്ങൾക്ക് പഞ്ചായത്ത് രാജ് തരുന്നുണ്ട്, നിങ്ങൾക്കും എനിക്കും എല്ലാം. ഗ്രാമസഭയിൽ പങ്കെടുത്തിട്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുവാനുള്ള ആർജവം ഉണ്ടാകണം. ഒരു നാടിനെ നന്നാക്കി എടുക്കുവാനുള്ള സാഹചര്യങ്ങൾ ഈ നിയമം നമ്മളിലേക്ക് മുന്നോട്ട് വെക്കുന്നുണ്ട്. അത്രമാത്രം പവർഫുള്ളാണ് ഈ പഞ്ചായത്ത് രാജ് നിയമം. ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത്, സർക്കാരിൻ്റെ ധാരാളം സ്കീമുകളുണ്ട്. നമുക്കറിയാം, ഗവൺമെൻറ്റിൻ്റെ ഒത്തിരി പ്രോജക്റ്റുകളുണ്ട്, സ്കീമുകളുണ്ട്. ഇപ്പോൾ സ്കീമുകളെന്ന് പറയുമ്പോൾ വീട് വെച്ച് കൊടുക്കാം, പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ കക്കൂസ് ഇല്ലാത്തവർക്ക് കക്കൂസുകൾ പണിയാം. പിന്നെ ഈ പറഞ്ഞുകൊണ്ട് കാനകളുണ്ടാക്കാം. പശുവിന് ക്ഷീര കർഷകർക്ക് സബ്സിഡി കൊടുക്കുന്നു, കൃഷിക്ക് അതിനുള്ള സബ്സിഡി കൊടുക്കുന്നു. ഇങ്ങനെ ധാരാളം സ്കീമുകളുണ്ട്. ഇത് ആരിലേക്ക് എത്തണം? ഇപ്പം നമുക്കൊരു വീട് വെക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാം. വീടുകൾ വെച്ച് പഞ്ചായത്ത് വീടുകൾ വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ.
വീട് വെച്ച് കിടക്കുന്നത് നമ്മുടെ വീട്ടിൻ്റെ ഇപ്പുറത്തുള്ള യൂസഫിനാണ്. വീട് പഞ്ചായത്ത് തീരുമാനിച്ചിട്ടല്ല, ഗ്രാമസഭയാണ് തീരുമാനിക്കേണ്ടത്. ഗ്രാമസഭയിൽ യൂസഫിന് വീട് അയാൾ യോഗ്യനാണോ എന്ന് എനിക്കറിയാം. കാരണം യൂസഫിൻ്റെ അയൽക്കാരനാ, എൻ്റെ ചുറ്റുമുള്ള ആളുകൾക്കറിയാം. അപ്പുറത്തൊരു ഗംഗാധരനുണ്ട്, യൂസഫിനേക്കാൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളാണ്. നമ്മൾ പറയാണ്, ഹേ, യൂസഫിന് ഒന്നുമില്ലേലും കയറി കിടക്കാൻ ഒരു ചെറിയ കൂരയുണ്ട്, ഒരു കൂര പോലെ ഇല്ലാതെ അവിടെ ഒരു ഗംഗാധരനുണ്ടല്ലോ, അവനല്ലേ യോഗ്യൻ. ആ ഗ്രാമസഭയിൽ ആലോചിക്കുകയാണ്. അയാളെ തിരഞ്ഞെടുക്കുവാനുള്ള അധികാരം നമുക്കാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? പഞ്ചായത്തിൽ തീരുമാനിച്ചിട്ട് അവരവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ വിവരാവകാശം ഈ അടുത്ത സമയത്ത് എടുത്തു. ക്ഷീരകർഷകർക്കുള്ള ലിസ്റ്റ് എടുത്തപ്പം ഒരു വീട്ടിലെ ഒരാളിൻ്റെ അയാളുടെ വീട്ടിൽ പശുക്കളുള്ള വീടാണ്. ഒരു വീട്ടിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരിൽ ആപ്ലിക്കേഷൻ ചെന്നിരിക്കുക. അത് കൺസിഡർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മളറിയുന്നില്ല, നമുക്കറിയത്തില്ല എന്തൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുകൾ വരുന്നു, പഞ്ചായത്തിലെ കുറച്ച് അധികം ആളുകൾ ചേർന്നിട്ട് അവരുടെ പാർട്ടിയുടെ ആളുകൾക്കായിട്ട് ഇത് വീതിച്ചെടുക്കുന്നു. ഇപ്പം അങ്ങനെയില്ല. നമ്മുടെ ഒരു ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും, ഞാൻ പറഞ്ഞല്ലോ, ഔദ്യോഗികമായിട്ട് ശരിക്കും പഞ്ചായത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഇല്ല. ശരിക്കും പറഞ്ഞാൽ അവിടെയും ഇല്ല, പഞ്ചായത്തിലും ഇല്ല. കാരണം ഇവർ ആദ്യത്തെ 2 മാസം കഴിഞ്ഞാൽ ഇവർ ഒറ്റപക്ഷമാണ്. കാരണം ഒന്നിച്ചാണ് പിന്നെ വീതം വെപ്പ്. അപ്പോൾ ഒറ്റപക്ഷമായിട്ട് നല്ല പറ്റൂ. നമ്മുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കണം. നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്നവൻ ആർജവമുള്ളവനാണോ? അവന് ഒരു വിഷനുണ്ടോ? അവനൊരു മിഷനുണ്ടോ? ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടവരാണ്. അങ്ങനെയുള്ളവരെ തിരഞ്ഞെടുക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറണം. നമ്മൾ ഒരു കക്ഷി, നമ്മൾ പറയുന്ന രാഷ്ട്രീയം തന്നെയാണ്, കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ആളുകളാകുമ്പോഴാണ് നമുക്ക് പ്രശ്നം. നമ്മൾ നാട്ടിൽ പറയല്ലോ, എൻ്റെ പാർട്ടിയുടെ ആളാണെങ്കിൽ ഏത് കുറ്റിച്ചൂലിനെ കയറ്റി നിർത്തിയാലും ഞാൻ തിരഞ്ഞെടുത്ത് വിടുമെന്ന് പറയും. അങ്ങനെയല്ല ഉണ്ടാകേണ്ടത്. നമുക്ക് ആ നാടിന് ഗുണമുള്ള ആളിനെ തിരഞ്ഞെടുത്ത് വിടണം. എവിടേക്കായാലും നിങ്ങൾ MP തിരഞ്ഞെടുത്താലും MLA തിരഞ്ഞെടുത്താലും ഇയാൾ എലിജിബിളാണ്, ഇയാൾ യോഗ്യനാണോ, നമുക്ക് വേണ്ടി അവിടെ പോയി സംസാരിക്കാൻ കഴിവുള്ളവനാണോ, നമ്മുടെ കാര്യങ്ങൾ പഞ്ചായത്തിൽ നടപ്പാക്കിയെടുക്കാൻ കഴിവുള്ളവനാണോ എന്ന് തീരുമാനിക്കേണ്ട നമ്മളാ. എങ്ങനെയാണ് ഇതിലൂടെ? നേരത്തെ പറഞ്ഞ് ഇവിടെയുള്ള ജനാധിപത്യം നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ നാട് എങ്ങനെ വികസിക്കണമെന്ന്. ഗ്രാമസഭ തിരഞ്ഞെടുത്ത ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് ഗ്രാമസഭ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നർക്ക് വീട് കൊടുക്കാൻ, അല്ലെ കോഴി കൃഷി തുടങ്ങുവാൻ, അല്ലെ ആട് കൃഷി തുടങ്ങുവാൻ, അല്ലെ കൃഷി ഫാം തുടങ്ങാൻ നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ തീരുമാനിച്ചിട്ട് ആ ലിസ്റ്റ് പഞ്ചായത്തിൽ കൊണ്ടുവന്നാൽ അതിൽ മാറ്റം വരുത്തുവാനുള്ള അവകാശം പഞ്ചായത്തിന് യാതൊരു അധികാരവുമില്ല. ഇനി ഗ്രാമസഭ നമ്മളൊരു തീരുമാനം എടുത്തു എന്നിരിക്കട്ടെ, ആ തീരുമാനം യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആ തീരുമാനം സുപ്രീം കോടതിയിൽ പോയാൽ പോലും ആ നിയമങ്ങളെ വയലേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് എത്ര പേർക്ക് ഇവിടെ അറിയാം? നമ്മളിൽ എത്ര പേർക്കറിയാം പഞ്ചായത്ത് രാജിന് ഈ ഒരു അധികാരം കൂടെ ഉണ്ടെന്ന്? നാം തീരുമാനിച്ച തീരുമാനങ്ങൾ ഗാന്ധിജി മുന്നോട്ട് വെച്ച് ഗ്രാമസ്വരാജിലൂടെ, പഞ്ചായത്ത് രാജിലൂടെ നമ്മളിവിടെ അവതരിപ്പിച്ചിട്ട് അത് പഞ്ചായത്തിൽ പോയി അവതരിപ്പിച്ചാൽ അതിനെ വയലേറ്റ് ചെയ്യാൻ, ആ നിയമങ്ങളെ വയലേറ്റ് ചെയ്യാൻ സുപ്രീം കോടതിയിൽ പോലും നിയമങ്ങളില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ അധികാരങ്ങൾക്ക്, നിങ്ങളുടെ അധികാരങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. പഞ്ചായത്തിൽ പോകണം, പഞ്ചായത്തുകളിൽ പോയി പഞ്ചായത്തിലെ വിഷയങ്ങളിൽ നമ്മൾ ഇടപെടണം. ഇടപെട്ട് തന്നെ അവിടെ പുരോഗതി ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. പഞ്ചായത്ത് സോഷ്യൽ ഓഡിറ്റ് എന്താണ്? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, റോഡിനെ കുറിച്ച്. നിങ്ങളുടെ വീടിൻ്റെ മുമ്പിലോട്ട് റോഡ് വരുന്നു. ഓക്കെ, നിങ്ങൾ ഗ്രാമസഭയിൽ നിങ്ങൾ അത് അറിഞ്ഞില്ല എന്നിരിക്കട്ടെ, നിങ്ങൾ ഗ്രാമസഭയിൽ പോയില്ല, അവിടെ റോഡ് വരുന്നുണ്ട്, റോഡിൻ്റെ പണി നടക്കുമ്പോൾ നിങ്ങൾ പറയും, ഹേ, എന്താ അവിടെ വരുന്നത്? റോഡ് വരുന്നു. ഈ റോഡിൻ്റെ ബഡ്ജറ്റ് എനിക്കൊന്ന് കാണണം. എത്രയാണ് അതിൻ്റെ എസ്റ്റിമേറ്റ്? എത്ര വൈഡായിട്ടാണ് ആ റോഡ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? അസ്ഫാൾട്ടിൻ്റെ വീതി എത്ര? അസ്ഫാൾട്ട് എന്ന് പറഞ്ഞാൽ ടാറ്. അസ്ഫാൾട്ടിൻ്റെ തിക്നെസ് എത്രയാണ്? എത്ര വീതിയിലാണ്? എത്രയാണ് അതിൻ്റെ തിക്നെസ്? അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് എത്രയാണ്? കംപ്രസീവ് സ്ട്രെങ്ത് എന്തിനാണ്? നമ്മുടെ റോഡിൽ കൂടെ 7 ടണ്ണിൻ്റെ 8 ടണ്ണിൻ്റെ വണ്ടികൾ പോകുന്നുണ്ടല്ലോ, ആ ലോഡ് വിസ്റ്റാൻഡ് ചെയ്യണ്ടേ ആ റോഡിന്? അപ്പോൾ അതിൻ്റെ കോമ്പാക്ഷൻ പെർഫെക്റ്റ് ആക്കണ്ടേ? ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ റോഡുകളിലെ കോമ്പാക്ഷൻ ആരാ നടത്തുന്നത്? നാട്ടുകാരാ നടത്തുന്നത്. എങ്ങനെ? റോഡിൻ്റെ പണിക്ക് കുറേ ഗ്രാവൽ കൊണ്ടുവന്ന് കടിക്കും, ഗ്രാവലല്ല മെറ്റൽ കൊണ്ടുവന്ന് കടിക്കും. പിന്നെ ഈ നാട്ടുകാർ മുഴുവൻ അതിൻ്റെ പുറത്തൂടെ സ്കൂട്ടറും കാറും ഓടിച്ച് അവിടെ ഇട്ടിട്ട് സെറ്റിൽ ചെയ്യാണ്.
3-4 മാസം മനുഷ്യൻ കിടന്ന് കഷ്ടപ്പെടും. എന്തിനാ? പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണ്. എന്താണെന്നറിയോ? ഇവർ റോഡ് പണിക്കായിട്ട് വരുമല്ലോ ടാർ ചെയ്യുമ്പോൾ. അപ്പോൾ അവൻ ഇവിടുന്ന് എങ്ങനെയാണ് ഒരു പേപ്പറിൻ്റെ കനത്തിലാണ് തിക്നെസ്സിലാണ് അസ്ഫാൾട്ട് ലേ ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ കയറി ചോദിക്കരുത്. കാരണം എന്താ? ഇവിടെ പണ്ടാരം അടങ്ങിയിരിക്കുകയാണ് ഇത്രയും നാളായിട്ട്. ഇവിടെ ഈ റോഡിലൂടെ മനുഷ്യൻ നടന്ന് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഇരിക്കുക. എങ്ങനെയെങ്കിലും ഇത് തീർത്തു പോട്ടെന്ന എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്ത് ഒരു ചേട്ടൻ പറഞ്ഞ്, എങ്ങനെങ്കിലും സജീവ ഒന്ന് കറപ്പിച്ചിട്ട് പോട്ടവർ. ഇതാണ് ആ മാനസികാവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയാണ് ഇത്രയും കാലം ഇടുന്നത്. ഒരു കോൺട്രാക്ട് നിങ്ങൾക്കൊക്കെ അറിയാം, ഒരു കോൺട്രാക്റ്റ് കൊടുത്താൽ ആ കോൺട്രാക്റ്റ് ഇത്ര സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണ്ടേ? എന്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാത്തതെന്ന് ചോദിക്കാത്തത് എന്താ? ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സമൂഹം നമുക്കുണ്ടാകണം. ചോദ്യങ്ങൾ ചോദിക്കുന്ന സമൂഹത്തിൽ മാത്രമേ പുരോഗതി ഉണ്ടാവും. നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ പഞ്ചായത്തിലേക്ക് ഈയിടെ ഒരു വിവരം അന്വേഷിക്കാനായിട്ട് വിളിച്ചപ്പോൾ അവിടുത്തെ ലാൻഡ് ലൈൻ വർക്ക് ചെയ്യുന്നില്ല. ഇത് നോക്കിയപ്പോൾ കിട്ടിയ നമ്പരാണ്. അപ്പോൾ അവിടെ 2-3 പേരുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, മൊബൈൽ നമ്പർ. ഞാൻ അത് വിളിച്ചപ്പോൾ ഒരാളെടുത്തു, പേര് പറയുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, സുഹൃത്തെ എന്തുകൊണ്ട് വിശേഷങ്ങൾ? നിങ്ങളുടെ ലാൻഡ് ലൈൻ വർക്ക് ചെയ്യുന്നില്ലല്ലോ. അത് സാറേ കുറച്ച് നാളായിട്ട് വർക്ക് ചെയ്യുന്നില്ല, വർക്ക് ചെയ്യാതെ കിടക്കുക. സിമ്പിളി പുള്ളി കഴിഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചേ, എത്ര നാളായി വർക്ക് ചെയ്യാതായിട്ട് ചോദിക്കണം. ഞാൻ ചോദിച്ചു, എത്ര നാളായി നിങ്ങളുടെ ഫോൺ വർക്ക് ചെയ്യാതായിട്ട്? അപ്പോൾ പുള്ളി ഒന്ന് തപ്പിയിട്ട് പറഞ്ഞു, അത് 2 ആഴ്ചയായെന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചു, എന്നിട്ട് നിങ്ങൾ BSNL കംപ്ലൈൻറ്റ് ചെയ്തോ? BSNL നിങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ നിങ്ങളുടെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത ഒരു നമ്പർ ഉൾപ്പെടെ ഒരു മെസ്സേജ് വരുമല്ലോ. മറുപടിയില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിലെ BSNLൻ്റെ ഫോൺ വർക്ക് ചെയ്യുന്നില്ലേ, ഞാൻ വിളിച്ചു പറഞ്ഞാൽ 8 മണി അന്ന് തന്നെ മിക്കവാറും, കാരണം എൻ്റെ വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരമുള്ള അവർ പെട്ടെന്ന് വന്ന് ശരിയാക്കും, അന്ന് തന്നെ ശരിയാക്കും. പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഒരു പറ്റം ആളുകൾക്ക് നിരന്തരം അവരുടെ വിഷയങ്ങൾ വിളിച്ച് ചോദിക്കേണ്ട സ്ഥലമാണ് പഞ്ചായത്ത്. അവിടെയൊക്കെ സർക്കാർ അനുവദിച്ചിട്ടുള്ള ടെലിഫോൺ അവിടെ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ BSNL വിളിച്ചു പറയേണ്ട അവിടെ ഇരിക്കുന്ന ആളുടെ ജോലിയാണ്. നമ്മൾ പല ഓഫീസുകളിലും ചെല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, അതെന്താ വർക്ക്, നിങ്ങളെന്താ പേപ്പർ തരാത്തത്? അത് നെറ്റില്ല. എന്താണ് നെറ്റില്ലാത്തതെന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചാൽ ഉടനെ ഒരാൾ ചോദിച്ചു, അത് നമ്മുടെ കയ്യിലല്ല, മറ്റവരുടെ കയ്യിലല്ല. ഇവിടുന്ന് വിളിച്ചു പറയണം, സർക്കാർ സ്ഥാപനത്തിൽ നിന്നാണ് വിളിച്ചു പറയുന്നത്. എത്രയും വേഗം അവിടെ നെറ്റ് ശരിയാക്കി കൊടുക്കണം. അടുത്ത ദിവസം ചെല്ലുമ്പോഴും നെറ്റില്ല, റിലാക്സ് ചെയ്യാമല്ലോ. ചോദ്യങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കുക. നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന് നിങ്ങൾക്ക് അർഹതപ്പെട്ടത് കിട്ടുകയും ഈ ചോദ്യങ്ങൾ കേൾക്കുന്ന ആളിന് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. അത് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ സോഷ്യൽ ഓഡിറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്, പദ്ധതികളുടെ റിപ്പോർട്ടുകളെല്ലാം നിങ്ങൾക്ക് പരിശോധിക്കാം. ബഡ്ജറ്റിൻ്റെ വിവരങ്ങൾ, ഭരണ ചെലവുകൾ, അവിടെയുള്ള ബഡ്ജറ്റ്, പഞ്ചായത്തിന് അനുവദിച്ചിട്ടുള്ള ഗവൺമെൻറ്റിൽ നിന്ന് വന്നിട്ടുള്ള ഫണ്ട്, എത്രയാണ് ഈ റോഡിന് വന്നിട്ടുള്ള ഫണ്ട് ചോദിക്കണം. നിങ്ങൾ എങ്ങനെയാണ് ഈ കോൺട്രാക്റ്റ് കൊടുക്കുന്നത്? ആർക്കാണ് കൊടുക്കുന്നത്? എത്ര പൈസയ്ക്കാണ് കോൺട്രാക്റ്റ് കൊടുക്കുന്നത്? ഇതെല്ലാം പഞ്ചായത്തിൽ ചെന്ന് ചോദിക്കണം. നിരന്തരം ചോദിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. 3 മാസത്തിലൊരിക്കൽ നടക്കേണ്ട ഗ്രാമസഭ, ഞാൻ നേരത്തെ പറഞ്ഞു, ഗ്രാമസഭ ഒരു വർഷത്തിൽ 4 ഗ്രാമസഭകളാണ് നടക്കേണ്ടത്. 3 മാസത്തിലൊരിക്കൽ നടത്തേണ്ടത് 3 തവണ ഒന്നിച്ച് നടപ്പാക്കാതിരുന്നാൽ, തുടർച്ചയായി നടപ്പാക്കാതിരുന്നാൽ ആ മെമ്പറെ അയോഗ്യനാക്കാനുള്ള നിയമമുണ്ട്. ആർക്കറിയാം? ഒരു വർഷത്തിൽ 4 ഗ്രാമസഭ കൂടണം. അതിൽ 3 എണ്ണം അടുപ്പിച്ചടുപ്പിച്ച് ചേർന്നിട്ടില്ലെങ്കിൽ അയാളെ പുറത്താക്കാനുള്ള നിയമം നിങ്ങൾക്ക് തരുന്നുണ്ട്. ആ മെമ്പറെ അയോഗ്യനാക്കാനായിട്ട് നിയമമുണ്ട്. വലിയ നിയമങ്ങളൊന്നുമില്ല. നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി, നിങ്ങളുടെ ഇൻ്റർനെറ്റിനകത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എവിടെ വേണേലും പരാതി അയക്കാം. എവിടത്തേക്ക് നിങ്ങൾക്ക് വിവരാവകാശം അന്വേഷിക്കാം. കൃത്യമായ ഡോക്യുമെൻ്റുകൾ തന്നേ പറ്റൂ. നിങ്ങൾക്ക് ഒരു ചെറിയ കാര്യം അന്വേഷിക്കണമെങ്കിൽ പോലും വിവരാവകാശം എഴുതൂ. പഞ്ചായത്തിൽ പോകണ്ട സർ, നിങ്ങൾക്ക് ഓൺലൈനിൽ പേ ചെയ്യാം. നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയോ? നമ്മൾക്കൊക്കെ പഞ്ചായത്തുണ്ട്. ഓരോ പഞ്ചായത്തിലും ഒരു പഞ്ചായത്തിൻ്റെ, ഒരു ഗ്രാമത്തിൻ്റെ ഒരു ഓഫീസ് പണിയുവാനുള്ള നിയമം അനുശാസിക്കുന്നുണ്ട്. നമ്മൾ പഞ്ചായത്തിൽ പോകണ്ട, നമ്മുടെ വീടിൻ്റെ അടുത്ത് ഗ്രാമഗൃഹം ഒരെണ്ണം അവിടെ ഉണ്ടാക്കണം. അതിനുള്ള ഫണ്ടുണ്ട്. നമുക്ക് ഈ ഫണ്ടുകളെ കുറിച്ച് പോലും ധാരണയില്ലല്ലോ, കാരണം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ലല്ലോ. രാഷ്ട്രീയ പാർട്ടികൾക്ക് മത്സരിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പ്രതിപക്ഷമില്ല, ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്.
പഞ്ചായത്തിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ ഒരിടത്ത് പോലും പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു സംഗതിയില്ല. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇവിടെ ഈ 3 സംസ്ഥാനങ്ങളിൽ ജയിച്ചു വരുന്നവർ ഒന്നിച്ച് ചേർന്ന് ഭൂരിപക്ഷത്തിൽ അവരെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ഒക്കെ തിരഞ്ഞെടുക്കുന്നു. അത്ര മാത്രമേ ഉള്ളൂ. പ്രതിപക്ഷ സ്ഥാനമില്ല, അങ്ങനെ ഒരു ചെയറവിടില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരിടത്തുമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. 24 മെമ്പർമാർ, ഇപ്പോൾ 23 വാർഡുകളായിരുന്നു ഒരു പഞ്ചായത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ അത് പുതുക്കി 24 ആക്കിയിട്ടുണ്ട്. അപ്പോൾ 20 വെച്ചോ, 20 ഉള്ളെന്ന് വെച്ചോ. 15-ഉം 23-ഉം അങ്ങനെയാണെന്ന് തോന്നുന്നു പഞ്ചായത്തുകളുടെ വാർഡ്. അപ്പോൾ നിങ്ങളുടെ വാർഡിൽ നിന്ന് 15 പേര് അവിടെ പിന്നെ പഞ്ചായത്തിലേക്ക് പോയിട്ടുണ്ട്. ഈ പഞ്ചായത്തിൽ പോയ 15 പേർക്കും ഒരേ അധികാരമാണ്. പഞ്ചായത്തിലെ എല്ലാ ആക്ടിവിറ്റിയിലും അവർക്കെല്ലാം ഇടപെടാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ ഇനി ഈ വരുന്ന വർഷം അവസാനമാണ്. നിങ്ങളിൽ ആർജവമുള്ളവർ, നമ്മുടെ അടുത്ത് നിൽക്കുന്നവൻ്റെ പ്രശ്നം നമ്മുടെ പ്രശ്നമാണെന്ന് ധരിക്കുന്നവർ, അങ്ങ് ഉപരിവിപ്ലവമായിട്ട് പറഞ്ഞ അപ്പുറത്തെ വീട്ടിലെ ആൾ രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ചെന്നിട്ട് ഗേറ്റ് അടയ്ക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ ആളും നമ്മളെപ്പോലെ മനസ്സമാധാനത്തെയാണോ കിടന്നുറങ്ങുന്നതെന്നുള്ള ഒരു ചിന്തയുണ്ടല്ലോ. ജനാധിപത്യത്തിൻ്റെ അത്യുന്നതങ്ങളിലുള്ള ഒരു ചിന്തയാണ്. അത്ര മനോഹരമായ ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും നമുക്ക്. ഞാൻ പറഞ്ഞല്ലോ, പഞ്ചായത്തിൽ നിങ്ങൾക്ക് പഞ്ചായത്തിൽ എല്ലാ വിഷയങ്ങളും, അയൽ തർക്കങ്ങളെ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇടപെടുവാനുള്ള അധികാരം പഞ്ചായത്ത് നമുക്ക് തരുന്നുണ്ട്. പഞ്ചായത്തിനെ നമ്മൾ ഉപയോഗിക്കുന്നില്ല വേണ്ട തരത്തിൽ. ഓരോ വർഷവും പഞ്ചായത്ത് പുറപ്പെടുവിക്കുന്ന പൗരാവകാശ രേഖ എന്ന് പറയുന്ന പഞ്ചായത്തിൽ ഒരു വർഷത്തെ പുരോഗതിയെക്കുറിച്ച് പഠിച്ച് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് പഞ്ചായത്ത് രേഖ. അവിടുത്തെ ഏതെല്ലാം തരത്തിലെ വികസനങ്ങൾ വരണം പഞ്ചായത്ത് രേഖയിലുണ്ട്, അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടെ അവർ തീരുമാനിച്ചിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉൾപ്പെടെയുള്ളവർ ഇരുന്ന് തീരുമാനിച്ച്, ഈ പഞ്ചായത്തിലെ മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർ തീരുമാനിച്ച് ഉണ്ടാക്കപ്പെട്ട രേഖയാണ് ഇത്. നിങ്ങൾക്ക് ആർക്ക് കാണണമെന്ന് പറഞ്ഞാലും അവിടുന്ന് കോപ്പി എടുത്ത് തരണമെന്നാണ് നിയമം. ആ പഞ്ചായത്തിൽ വരുന്ന വികസനത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടാകണം. ഇത് നിങ്ങൾക്ക് കോപ്പി എടുത്ത് തരണം. അതാണ് പഞ്ചായത്ത് രാജ് മുന്നോട്ട് വെച്ചിരിക്കുന്ന നിയമം. നിങ്ങൾക്ക് തന്നില്ലേ നിങ്ങൾ അവിടെ ചോദിക്കണം. ഇല്ലെങ്കിൽ ഒരു വിവരാവകാശം വിട്ടാൽ 30 ദിവസം വിവരാവകാശം വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആ കോപ്പി നിങ്ങളോടൊപ്പം എത്തും. ജനങ്ങളുടെ അഭിപ്രായം പറയാൻ വെബ്സൈറ്റിൽ വിൻഡോ സൗകര്യം വേണം. അമേരിക്കയിൽ ഇരിക്കുന്ന ഒരാളിന് അയാളുടെ ഗ്രാമത്തിൽ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് അമ്മച്ചി വിളിച്ചു പറഞ്ഞു. പുറത്തു പോയി ചോദിക്കാൻ ആളില്ല. അവിടെ ഇരുന്നുകൊണ്ട് അയാൾക്ക് പഞ്ചായത്തിനെ അറിയിക്കുവാനുള്ള സംവിധാനം പഞ്ചായത്ത് രാജ് നടപ്പാക്കിയിട്ടുണ്ട്, പഞ്ചായത്ത് രാജിലുണ്ട്. എവിടെയാണ് ആ വിൻഡോ? ആരാണ് ഉപയോഗിക്കുന്നത്? എത്ര പേർ ഉപയോഗിക്കുന്നുണ്ട്? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിനകത്തൂടെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നിങ്ങളാരും പഞ്ചായത്തിൽ പോകേണ്ട കാര്യമില്ല. വർക്കിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. വർക്കിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഓരോ വാർഡിൽ നിന്നും ആർജവമുള്ളവർ പഞ്ചായത്തിൻ്റെ ആക്ടിവിറ്റികളിൽ നിങ്ങൾക്ക് ഇടപെടണമെങ്കിൽ, സിവിൽ എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങൾക്ക് റോഡിൻ്റെ കാര്യത്തിൽ ഇടപെടാം, കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടാം, പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചേർന്ന് യോജിച്ചു പോകാം. അതിനുവേണ്ടിയുള്ള കമ്മിറ്റിയാണ് വർക്കിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കും വർക്കിംഗ് ഗ്രൂപ്പിൽ ചേരാം. ചേർന്നിട്ട് നിങ്ങൾക്ക് ഒന്നിച്ചു പോകാം. അപ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? ഔട്ട്പുട്ട് നന്നാവും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നിങ്ങളുടെ റോഡുകൾ നന്നാവും, നിങ്ങളുടെ പാതയോരങ്ങൾ നന്നാവും, നിങ്ങളുടെ കുടിവെള്ള സ്രോതസ്സുകൾ, കുടിവെള്ള പദ്ധതികൾ നന്നാവും. എല്ലാത്തിലും ട്രാൻസ്പെറൻസി ഉണ്ടാവും. ട്രാൻസ്പെറൻ്റ് ആയിരിക്കും കാര്യങ്ങൾ. കാരണം നിങ്ങൾ ഇടപെടുന്നു. വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ ശക്തി അതാണ്. ഗ്രാമസഭയുടെ മിനിറ്റ്സിൽ ഗ്രാമസഭ ഞാൻ പറഞ്ഞു 10% ആളുകൾ ആദ്യം ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അടുത്ത കമ്മിറ്റി കൂടുമ്പോൾ 50 പേരുണ്ടായിരിക്കണം. അവിടെ കൂടി നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ അപ്പോൾ തന്നെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തണം. അതിനാണ് പഞ്ചായത്തിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനോ വരും. അദ്ദേഹം നമ്മൾ പറയുന്ന വിഷയങ്ങൾ, സജീവ വൈദ്യൻ ഇന്ന കാര്യം പറഞ്ഞു, റോഡിനെ കുറിച്ച് സംസാരിച്ചു, അതിൻ്റെ വികസനം ഇന്ന തരത്തിൽ നടത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിൽ കൃത്യമായി അവർ രേഖപ്പെടുത്തണം. മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയ ശേഷം ആ മിനിറ്റ്സ് ആ ഗ്രാമസഭ പിരിയുന്നതിന് മുമ്പ് വായിച്ച് കേൾപ്പിക്കണം. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, അരി അടുപ്പത്തിട്ടിട്ടല്ല ഗ്രാമസഭയ്ക്ക് പോകേണ്ടത്. നമ്മൾ പോകുന്ന നമ്മുടെ സമൂഹത്തെയും നമ്മളുടെയും വികസനത്തിന് വേണ്ടിയാണ്. 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള ആർജവമുള്ളവർ തീർച്ചയായും ഗ്രാമസഭയിൽ പോകാവൂ.
പോയി ഈ മാതിരി കാര്യങ്ങൾ സംസാരിക്കണം. ഈ മിനിറ്റ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തണം. രേഖപ്പെടുത്തിയിട്ട് ആ രേഖപ്പെടുത്തിയതിൻ്റെ അടിയിൽ 15 പേർ, മിനിമം 15 പേർക്കെങ്കിലും സൈൻ ചെയ്യാം. നമുക്ക് ആ മിനിറ്റ്സിൻ്റെ ഫോട്ടോ നിങ്ങൾക്കെടുക്കാം. അവിടെ നടക്കുന്ന ഗ്രാമസഭയുടെ ഫോട്ടോകളെടുത്ത് പഞ്ചായത്ത് നിയമത്തിൽ ആ മിനിറ്റ്സിനോടൊപ്പം ചേർത്ത് വെച്ചിട്ട് പഞ്ചായത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് വാർഡിലുള്ള വാർഡ് മെമ്പർ ഈ ഫോട്ടോഗ്രാഫ് ഉൾപ്പെടെ വേണം അവിടെ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാൻ. ഇതൊക്കെ നിയമമാണ്. മിനിറ്റ്സിനകത്ത് നമുക്ക് സൈൻ ചെയ്യാനുള്ള അധികാരം വരെയുണ്ട്. നമുക്ക് ഏത് സമയം മിനിറ്റ്സ് ചോദിച്ചാൽ അവർ നമുക്ക് തരാൻ ബാധ്യസ്ഥരാണ് പഞ്ചായത്ത്. ഒരു ഗ്രാമത്തിൻ്റെ നട്ടെല്ലെന്ന് പറയുന്ന ഗ്രാമസഭയാണ്. നിങ്ങളോട് ഞാൻ വീണ്ടും പറയുന്നു, ഗ്രാമസഭയിലേക്ക് പോകണം. ഗ്രാമസഭയിൽ നിങ്ങളുടെ അധികാരങ്ങൾ വലുതാണ്. നിങ്ങൾക്കവിടെ ആർജവത്തോടെ സംസാരിക്കാൻ കഴിയുന്ന ഒരു വേദിയാണ് ഗ്രാമസഭ. അവിടേക്ക് പോയി നിങ്ങൾ അവിടുത്തെ പ്രശ്നങ്ങളെ അവതരിപ്പിക്കണം. എല്ലാ പ്രശ്നങ്ങളും, അവിടെ ഉണ്ടാകുന്ന സാംസ്കാരികമായ പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസപരമായ പ്രശ്നം, LP UP സ്കൂളുകൾ വരുന്ന പഞ്ചായത്തിൻ്റെ അധികാര പരിധിയിലാണ്. അവിടുത്തെ ഹോസ്പിറ്റൽസ് വരുന്ന പഞ്ചായത്തിൻ്റെ അധികാര പരിധിയിലാണ്. അവിടുത്തെ അംഗനവാടികൾ വരുന്നു, അവിടുത്തെ ഇതേപോലെയുള്ള ചെറിയ സർക്കാർ സ്ഥാപനങ്ങൾ, ഹോമിയോ ക്ലിനിക്ക്, ആയുർവേദ ക്ലിനിക്ക്, ഇതെല്ലാം വരുന്നത് പഞ്ചായത്തിൻ്റെ അണ്ടറിലാണ്, പഞ്ചായത്തിൻ്റെ അധികാര പരിധിയിലാണ്. പഞ്ചായത്തിൻ്റെ അധികാര പരിധിയിലെന്ന് പറയുമ്പോൾ നിങ്ങളുടെ അധികാര പരിധിയിലാണ് വരുന്നത്. ഇതിലെല്ലാം ഇടപെടുവാനുള്ള അവകാശമുള്ളത്. ഈ അവകാശങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പെരുമാറിയാൽ നമ്മൾ യൂറോപ്പിലും മറ്റുള്ള സ്ഥലങ്ങളിലും കാണുന്ന സ്ട്രീറ്റുകളെക്കുറിച്ച് മുമ്പേ ഞാൻ പറഞ്ഞില്ലേ, ഇത്ര മനോഹരമായ സ്ട്രീറ്റുകൾ നമുക്ക് നമ്മുടെ നാട്ടിലുണ്ടാക്കാൻ കഴിയും. സാംസ്കാരികമായ പുരോഗതി ഉണ്ടാക്കാൻ നമ്മൾ റോഡിലൊരു വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നു. അയാൾക്ക് വേറെ വരുന്ന ആളിനെ ചെല്ലുമ്പോൾ ചോദിക്കുകയാണ് ഓക്കെ, അയാളോട് പറയാം ഈ വണ്ടി ഒന്ന് മാറ്റിയാൽ ഞാനങ്ങ് പോകാമായിരുന്നു. നമ്മളങ്ങനെയാണെന്നോ ചോദിക്കുന്നത്? ഇവിടെ വന്നോട് വണ്ടി വെച്ചേക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അവൻ ചോദിക്കുന്നത് എന്താ, നിൻ്റെ ഡാഷിൻ്റെ ആണോ റോഡെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയല്ലല്ലോ സംസാരിക്കുന്നത്. സഹോദര, വണ്ടി ഒന്ന് മാറ്റിയാൽ ഇരിക്കുന്നത്. അപ്പോൾ അയാൾ ഉടനെ സോറി എന്നും പറഞ്ഞ് മാറ്റിത്തരും. നമ്മൾ വിദേശ രാജ്യത്ത് നമുക്ക് പോകാൻ കഴിയുന്നില്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടിട്ട് ഹോണൽ ഇങ്ങനൊരു അടി അടിച്ചാൽ മതി. അപ്പോഴത്തേക്ക് എല്ലാവരുടെയും അറ്റൻഷനെ പെട്ടെന്ന് വണ്ടി എടുത്ത് മാറ്റിത്തരും. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതല്ലല്ലോ, മറ്റുള്ളവരോട് സൗഹൃദത്തിൽ നമ്മൾ ഇടപെടുക എന്നുള്ളതല്ലേ, സ്നേഹത്തോടെ സംസാരിക്കുക. എസൻസ് മുന്നോട്ട് വെക്കുന്നത് അത് തന്നെയാണ്, സ്നേഹമാണ് മുന്നോട്ട് വെക്കുന്നത്. നമുക്കാരോട് പകയും വിദ്വേഷമില്ല. നമുക്ക് വ്യത്യാസമുള്ളത്, നമുക്ക് വ്യത്യസ്ത ചിന്തയുള്ളത് ആശയങ്ങളോട് മാത്രമാണ്. അതുകൊണ്ട് പഞ്ചായത്തിൽ, ഗ്രാമസഭയിൽ ഒരു വർഷത്തിൽ 4 പ്രാവശ്യം മിനിമം ഗ്രാമസഭ കൂടിയിരിക്കണം. ആ ഗ്രാമസഭ കൂടിയില്ലെങ്കിൽ എന്താണ് കൂടാത്തതെന്ന് ചോദിക്കണം. ഗ്രാമസഭയിൽ കൃത്യമായി നിങ്ങൾ പങ്കെടുക്കണം. ആ ഗ്രാമസഭയിൽ പങ്കെടുത്താൽ ഈ രാജ്യത്തെയും നാം ജീവിക്കുന്ന ചുറ്റുപാടുകളെയും മനോഹരമാക്കി തീർക്കാൻ പറ്റും. സംസ്കാരമുള്ള ഒരു സമൂഹത്തെ നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റും. അതുകൊണ്ട് വീണ്ടും ഞാൻ നിങ്ങളോട് പറയാണ്, ഗ്രാമസഭ എന്ന് പറയുന്നത് നമ്മുടെ നട്ടെല്ല് പോലെ തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ നട്ടെല്ലാണ്. പഞ്ചായത്തിലെ ഗ്രാമസഭകളിൽ, നഗരസഭയിലെ ഗ്രാമസഭകളിൽ എല്ലാത്തിലും കൃത്യമായി പങ്കെടുക്കുക, അന്വേഷിച്ചുകൊണ്ട് ഇരുന്നാൽ നമുക്കൊരു നല്ല സമൂഹത്തെ വാർത്തെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംഹരിക്കുകയാണ്. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.